സമ്പൂർണമായ പരിവർത്തനത്തിന് ഒരു ക്രമബദ്ധമായ സംവിധാനം നിങ്ങൾക്കുണ്ടോ? PSP അത്തരത്തിലുള്ള ഒരു ക്രമബദ്ധമായ ഘടനാപരമായ സംവിധാനമാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പറയുന്നത് എങ്ങനെയാണ്? സ്ട്രക്ചർ ഓഫ് PSP creates stability that sustains lasting transformation. PSPയുടെ ഘടന, പ്രോട്ടോകോൾ സംവിധാനം എന്താണ് സൃഷ്ടിക്കുന്നത്, പ്രയോഗ മൊഡ്യൂളുകൾ എന്തെല്ലാം ജീവിത മേഖലകൾ കൈകാര്യം ചെയ്യുന്നു, സൈദ്ധാന്തിക ചട്ടക്കൂട് എന്തിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇവിടെ നമുക്ക് ഉത്തരം കിട്ടും. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. PSP എന്നതിന്റെ പരിവർത്തന ക്രമങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് PSPയുടെ ഘടനയാണ്, സ്ട്രക്ചർ ഓഫ് PSP. പലപ്പോഴും ജീവിതത്തിൽ മാറ്റം ആഗ്രഹിച്ചിട്ടും നമ്മൾ അതിനുവേണ്ടി പലതും ചെയ്തിട്ടും അതിന്റെ ദീർഘകാലം നിലനിർത്താൻ നമുക്ക് കഴിയാതെ പോകുന്നത് അതൊരു സിസ്റ്റമാറ്റിക് സ്ട്രക്ചർ അതിനില്ലാത്തത് കൊണ്ടാണ്. ആ പ്രാക്ടീസിന് സിസ്റ്റമാറ്റിക് സ്ട്രക്ചർ ഇല്ലാത്ത. സിസ്റ്റമാറ്റിക് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഹുക്ക് ചെയ്ത് നിൽക്കാനുള്ള റീസൺസ് ഉണ്ടായിരിക്കും. ബോഡിക്ക്, നമുക്ക് നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിക്കുള്ളതല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ശരീരത്തിന് അതിനകത്ത് ഹോൾഡ് ചെയ്ത് നിൽക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവും. അത് മനസ്സിലും വ്യക്തിത്വത്തിലും ഒക്കെ അത് ലഭ്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ PSP കൃത്യമായിട്ട് ചില സ്ട്രക്ചറുകളിൽ കൂടെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രധാനമായിട്ട് PSP ഉണ്ടാക്കിയിട്ടുള്ളത് ചില പ്രധാനപ്പെട്ട പില്ലേഴ്സിൽ കൂടെയാണ്. അതിൽ ഒന്ന് പ്രോട്ടോകോൾ സംവിധാനമാണ്. പ്രോട്ടോകോൾ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു കാര്യം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ നടപടിക്രമമാണ്. അപ്പൊ നടപടിക്രമത്തിന് ഒരു കൃത്യമായിട്ട് സംവിധാനമുണ്ട്. ആ നടപടിക്രമത്തിന്റെ ക്രമത്തിലാണ് PSPയുടെ എല്ലാ സംവിധാനങ്ങളും, PSPയുടെ എല്ലാ പ്രാക്ടീസുകളും വർക്ക് ചെയ്തത് ആ പ്രോട്ടോകോൾ സംവിധാനത്തിൽ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോൾ എന്ന് തന്നെ പേരിട്ടിരിക്കുന്നത്. ഇനി അത് ഒരു പരിശീലന ക്രമമാണ്. പരിശീലന ക്രമം എന്ന് പറയുമ്പോൾ ഇപ്പൊ രാവിലെ ഇത്ര മണിക്ക് ഇന്നത് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഇന്നത് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഇത് കേൾക്കണം, അത് കഴിഞ്ഞിട്ട് ഇന്നത് എഴുതി വെക്കണം, അത് കഴിഞ്ഞിട്ട് ഇന്നതിന് ഉത്തരം കണ്ടെത്തണം, അതിനുശേഷം ഇത്ര നേരം ജപിക്കണം അല്ലെങ്കിൽ അഫർമേഷൻ ചൊല്ലണം, അതിനുശേഷം ഇത്ര നേരം ശ്വാസോച്ഛ്വാസ വ്യായാമം ചെയ്യണം, അതിനുശേഷം ഇത്ര നേരം കോട്ടക്കാർവ് ചെയ്യണം എന്ന് തുടങ്ങി ഒരു ക്രമബദ്ധമായ സമയവിവര പട്ടികയും അതെങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു നടപടിക്രമവുമാണ് പ്രോട്ടോകോൾ സംവിധാനം എന്ന് പറയുന്നത്. എന്നാൽ അതിലൊന്നും തന്നെ ഈ പ്രോട്ടോകോൾ സംവിധാനം ഒന്നും തന്നെ എന്തു വിഷയത്തെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് പറയുന്നില്ല. അവിടെയാണ് രണ്ടാമത്തെ പില്ലർ വരുന്നത്. വിഷയങ്ങളുണ്ടല്ലോ, നമ്മളിപ്പോ ഉദാഹരണത്തിന് നീട്ടിവെക്കൽ അല്ലെങ്കിൽ ദാമ്പത്യം, അതല്ലെങ്കിൽ ആരോഗ്യം, ഏത് വിഷയമാണ്, നമ്മൾ എന്തിലാണ് ഈ മാറ്റം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, ആ മാറ്റം എന്നുള്ളത് ഒരു വിഷയമാണ്. ആ വിഷയത്തെയാണ് നമ്മൾ പ്രയോഗ മൊഡ്യൂൾ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. ഈ പ്രാക്ടിക്കൽ മൊഡ്യൂൾ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ പ്രോട്ടോകോളിനകത്തേക്ക് കയറ്റി വെക്കുന്നത്. അത് പ്രോട്ടോകോൾ സംവിധാനം വെച്ച് നടപടിക്രമമാണ്. നടപടിക്രമത്തിനകത്ത് നമ്മളിത് എങ്ങനെയാണ് ഈ മൊഡ്യൂളുകൾ പ്രയോഗിക്കുന്നുള്ളതാണ് പ്രാക്ടിക്കൽ മൊഡ്യൂളുകളിലൂടെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്. ഉദാഹരണത്തിന് ഒരു എന്താ പറയാ, ടേപ്പ് റെക്കോർഡറിന്റെ പഴയ സ്റ്റീരിയോ ടേപ്പ് റെക്കോർഡർ ഉണ്ടല്ലോ, കാസറ്റ് പ്ലെയർ എന്ന് പറയുന്നത്. കാസറ്റ് പ്ലെയറിന്റെ ഡക്ക് എന്ന് പറയുന്നതാണ് പ്രോട്ടോകോൾ സംവിധാനമെങ്കിൽ അതിലിടുന്ന കാസറ്റ്സ് ആണ് പ്രയോഗ മൊഡ്യൂളുകൾ എന്ന് പറയുന്നത്. അത് മാറ്റിയിട്ടുകൊണ്ട് നമുക്ക് വ്യത്യസ്ത പാട്ടുകൾ കേൾക്കാം. അതുപോലെ തന്നെ വ്യത്യസ്ത റിസൾട്ട് കിട്ടാൻ വേണ്ടി വ്യത്യസ്ത മൊഡ്യൂളുകൾ നമുക്ക് അവിടെ ചേർക്കാൻ കഴിയും. ഇത് രണ്ടും വർക്ക് ചെയ്യുന്നത് ഇതിനെ അടിസ്ഥാനമാകുന്ന ഒരു സൈദ്ധാന്തിക ചട്ടക്കൂട്, ഒരു തിയറട്ടിക്കൽ ഫ്രെയിംവർക്കിലൂടെയാണ്. അപ്പൊ ഇത് മൂന്നും കൂടെ ചേർന്നിട്ട് നമുക്ക് നൽകുന്നത് ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്ട്രക്ചറാണ്. അത് ഒരു സ്ഥിരമായ പരിവർത്തന സംവിധാനം. നമ്മൾ ഇന്നലെ അതിന്റെ എത്ര കാലം നമ്മൾ ഇത് അനുഷ്ഠിക്കണം എന്നുള്ള കാര്യങ്ങൾ സംസാരിച്ചു. അതുപോലെ സ്ഥിരമായിട്ട് അത് തന്നെ നിലനിൽക്കാന്നുള്ള ഒരു പരിവർത്തന സംവിധാനമായിട്ടാണ് നമ്മൾ ഈ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? സ്ഥിരമായ ഒരു ജീവിതമാറ്റം ഉണ്ടാവും, പുതിയ ജീവിതശീലങ്ങൾ ഉണ്ടാവും, ക്രമബദ്ധമായിട്ടുള്ള ഒരു ശീലം നമുക്കുണ്ടാവും, പിന്നെ ഗ്രാജുവൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്, ജീവിതത്തിൽ തുടർച്ചയായിട്ടുള്ള പുരോഗതി ഉണ്ടാവും, ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു സ്ഥിരത, കൺസിസ്റ്റൻസി എന്നുള്ള സംഭവം ഉണ്ടാവും അല്ലെ. ഇതിലേക്ക് എത്തിക്കാനാണ് ഈ പറയുന്ന പ്രോട്ടോകോൾ സിസ്റ്റവും പ്രാക്ടിക്കൽ മൊഡ്യൂളുകളും തിയറട്ടിക്കൽ ഫ്രെയിംവർക്കും ഒക്കെ ഉള്ളത്.
അപ്പോൾ ഇതില് ഈ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മളെ ആ ഫ്രെയിം വർക്കിനകത്ത് അകത്ത് നിർത്താനാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഇതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ജീവിത മാറ്റം എന്നുള്ളത് സ്ഥിരമായിരിക്കുക. പുതിയ ജീവിതശീലങ്ങളിലേക്ക് പഴയതിൽ നിന്ന് വിട്ടിട്ട് പുതിയതിലേക്ക് മാറാനുള്ള ആ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത് ഈ പ്രോട്ടോകോളാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ പ്രാക്ടിക്കൽ മോഡ്യൂൾസ് എന്താണ് ഉണ്ടാക്കുന്നത്? അത് വ്യത്യസ്ത ഏരിയകളെ കൈകാര്യം ചെയ്യുന്നു. വ്യത്യസ്ത ഏരിയകൾ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ആരോഗ്യം നമ്മൾ പലപ്പോഴും നമ്മുടെ ആരോഗ്യത്തിൽ പെട്ടുപോകുന്നത് നമ്മുടെ ചില ജീവിതക്രമങ്ങൾ കൊണ്ടാണല്ലേ. അപ്പൊ ആരോഗ്യത്തിൽ മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിന്റെ ക്രമത്തിൽ മാറ്റം വരുത്തുന്നു. അപ്പൊ അതിനായിട്ട് ചിട്ടപ്പെടുത്തിയ മൊഡ്യൂളുകളുണ്ട്. ആരോഗ്യത്തെ ഏറ്റവും ശാന്തമായി ലളിതമായി കൊണ്ടുപോകാൻ പാകത്തിൽ ചിട്ടപ്പെടുത്തിയ മൊഡ്യൂളുണ്ട്. ഈ മൊഡ്യൂളിനെ നമ്മൾ PSP ഉപയോഗിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. PSPയുടെ പ്രോട്ടോകോൾ ഉപയോഗിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഈ PSP മൊഡ്യൂൾ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആരോഗ്യത്തിന് വേണ്ടുന്ന ശീലങ്ങൾ, പഴയ ശീലങ്ങൾ വിട്ട് പുതിയ ശീലങ്ങൾ പോകുന്ന ഒരു ക്രമത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഇപ്പൊ ആരോഗ്യം എന്ന് പറയുന്നത് ഒരു ഏരിയ. വേറൊരു ഏരിയ ആണ് ഇപ്പൊ വിവാഹം അല്ലെങ്കിൽ കുടുംബജീവിതം എന്ന് പറയുന്നത്. ഇതിനൊരു മൊഡ്യൂളുണ്ട്, പോസിറ്റീവ് പെയർഹുഡ് എന്ന് പറഞ്ഞിട്ട്. ശരിയായ രീതിയിൽ എങ്ങനെ ഇണത്തത്തോടു കൂടി ഒരു കുടുംബ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ളത് അവിടെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആരോഗ്യം എന്ന് പറയുന്നത് ഒരു ഏരിയ, വിവാഹം എന്ന് പറയുമ്പോൾ വേറെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഏരിയ. ഇതുപോലെ വേറൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഏരിയയാണ് സമ്പത്ത് എന്ന് പറയുന്നത്. നമ്മുടെ പെരുമാറ്റം അതിന് ഉണ്ട്. നമ്മുടെ വ്യക്തിത്വ വികാസം എന്ന് പറയുന്ന ഭാഗത്തുണ്ട്. വൈകാരിക ബുദ്ധി എന്ന് പറയുന്ന കാര്യത്തിലുണ്ട്. നമ്മുടെ നീട്ടിവെക്കൽ എന്നുള്ളൊരു അവസ്ഥയുണ്ട്. എല്ലാത്തിനും നെഗറ്റീവായിട്ട് കാണുന്ന നെഗേഷന്റെ അവസ്ഥ ഉണ്ടല്ലോ, അതിനെ പോസിറ്റീവേഷൻ എന്നുള്ളൊരു അവസ്ഥയിൽ മാറ്റി കൺവെർട്ട് ചെയ്യാനുള്ള ഒരവസ്ഥയുണ്ട്. ഇംപ്രവൈസ് ചെയ്യാനുള്ള പ്രാക്ടീസ് ഉണ്ട്. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ തുറയിലേക്കുമുള്ള മൊഡ്യൂളുകൾ, അതിന്റെ പ്രായോഗികമായിട്ടുള്ള ബേസിക് മൊഡ്യൂൾസ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അഥവാ ആർക്കെങ്കിലും അതിന്റെ ഒരു സ്പെസിഫിക് ന്യൂ മൊഡ്യൂൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ആ വിധത്തിലുള്ള ഒരു മൊഡ്യൂൾ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ഏരിയയും കൈകാര്യം ചെയ്യാനുള്ള ക്രമങ്ങളുണ്ട്. നമ്മൾ ഈ 108 ദിവസം പറഞ്ഞല്ലോ. ഈ 108 ദിവസത്തിൽ എല്ലാ ദിവസവും നമ്മൾ എല്ലാ മൊഡ്യൂളും ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഒരു മൊഡ്യൂൾ നമ്മൾ ആദ്യം പ്രയോഗിക്കുന്നു. ഉദാഹരണത്തിന് ആദ്യം എന്താണ് ഈ സിസ്റ്റം എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു മൊഡ്യൂളാണ്. അത് 14 ദിവസം കഴിയുമ്പോൾ പിന്നെ നമ്മൾ 7 ദിവസത്തേക്ക് നമ്മൾ പ്രൊക്രാസ്റ്റിനേഷൻ, നീട്ടിവെക്കൽ, എന്ത് നീട്ടിവെക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടല്ലോ, ആ പ്രൊക്രാസ്റ്റിനേഷൻ എന്നുള്ള മൊഡ്യൂളാണ്. അതിനുശേഷം പിന്നെ ഇങ്ങനെ പല 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 മൊഡ്യൂളുകളായിട്ട് വരും. ഈ 108 ദിവസം കഴിയുമ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട മൊഡ്യൂളുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ജീവിതത്തിന്റെ സർവ്വതോന്മുഖമായ ഒരു ക്രമത്തിലേക്ക് വന്നിട്ടുണ്ടാവും. ഈ പ്രാക്ടീസിന്റെ ഒക്കെ ഇടയിലൂടെയാണ്, ഇതിന്റെ തുടക്കത്തിലും ഇടയിലും ഒടുക്കത്തിലും പ്രാക്ടീസിന്റെ കൂടെയും നമ്മൾ ഇതിന്റെ സൈദ്ധാന്തികമായിട്ടുള്ള ചട്ടക്കൂട് നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ ഫ്രെയിം വർക്ക് എന്നുള്ളത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് എന്തുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നു, എന്താണ് ഇതിന്റെ കാരണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഈ ഫ്രെയിം വർക്ക് ആകട്ടെ ഒളിമ്പസ് ഡോക്ടറിനെ അടിസ്ഥാനമാക്കിയിട്ടാണുള്ള ഉള്ളത്. ഒളിമ്പസ് ഡോക്ടറിനെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പ്രപഞ്ചത്തെ കുറിച്ചാണ്. പ്രപഞ്ചം എന്നുള്ള സംവിധാനത്തെ കുറിച്ച് മനുഷ്യകേന്ദ്രിതമായുള്ള വീക്ഷണത്തിന് പകരം പ്രപഞ്ച കേന്ദ്രിതമായിട്ടുള്ള ഒരു വീക്ഷണത്തിൽ നിന്നുകൊണ്ട് കാണുന്നു എന്നുള്ളത്. മനുഷ്യകേന്ദ്രിതം വെച്ചാൽ മനുഷ്യൻ അവന് കിട്ടുന്ന ഉപകരണ മൂല്യം, അവന് ഓരോ പ്രകൃതിയിലെ ഓരോ വിഭവത്തെയും കാണുന്ന സമയത്ത് അത് അവന് നൽകുന്ന ഗുണങ്ങളെ വെച്ചുകൊണ്ടാണ് അവൻ അതിനെ അണക്കുന്നത്. എനിക്ക് പ്രയോജനമുണ്ടെങ്കിൽ നല്ലത്, എനിക്ക് പ്രയോജനം ഇല്ലെങ്കിൽ നല്ലതല്ല എന്നുള്ളത്. ഇവിടെ അതല്ല. പ്രകൃതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, പ്രപഞ്ചം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, അതിനകത്ത് നമ്മുടെ പൊസിഷൻ എന്താണ്, ഓരോ ഇടത്തുമുള്ള ഓരോ ലെയറിലുമുള്ള ഫങ്ഷൻസ് എന്താണ്, തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇവിടുന്ന് പഠിക്കുന്നത്. അതിന്റെ പ്രകൃതി നിയമങ്ങൾ, ഏറ്റവും ലളിതമായി പറഞ്ഞാൽ പ്രകൃതി നിയമങ്ങൾ. ആ പ്രകൃതി നിയമത്തിന്റെ അകത്ത് നമ്മൾ അതായി നിന്നുകൊണ്ട് പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ഇക്കോ സ്പിരിച്വൽ കോൺഷ്യസ്നെസ് ഉണ്ടാവും. ആ ഇക്കോ സ്പിരിച്വൽ കോൺഷ്യസ്നെസ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ജീവന്റെ തത്വശാസ്ത്രത്തെ വെച്ചുകൊണ്ടുള്ള, ജീവിതത്തിന്റെ തത്വശാസ്ത്രത്തെ വെച്ചുകൊണ്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് നമ്മൾ ഇവിടെ ഇതിന് നിദാനമായി അവതരിപ്പിക്കുന്നത്. അപ്പോ ഈ പറയുന്ന 3 പില്ലർ സിസ്റ്റം ഉണ്ടല്ലോ, ആ 3 പില്ലർ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വിധത്തിൽ ഇത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇത് അത്ര പ്രധാനമായിട്ടുള്ളത്? ഒന്നാമത് മാറ്റം എന്നുള്ളതും, ആർക്കും മാറണം എന്ന് ഒരു ചെറിയ തോന്നലോ സാഹചര്യം ഉണ്ടായാൽ മാറും. പക്ഷെ മാറ്റം എന്നുള്ളത് പെർമനന്റ് ആണ്. മാറ്റം സ്ഥിരപ്പെടുത്തണം. നമ്മൾ ഈ പഴയത് വേണ്ടാന്ന് വെച്ചിട്ടാണല്ലോ പുതിയതിലേക്ക് പോകുന്നത്. അപ്പോൾ മാറ്റം സ്ഥിരപ്പെടുത്താൻ കഴിയണം. അത് ദീർഘകാലം നിലനിൽക്കണം. ദീർഘകാലം ഈ പരിവർത്തന പ്രക്രിയയിലൂടെ തന്നെ പോകണം. മാറണം,
പരിവർത്തനം എന്നുള്ള പ്രക്രിയ തന്നെ ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കണം. പുതിയ ശീലങ്ങൾ രൂപീകരിക്കണം. പഴയ ശീലങ്ങളിൽ നിന്ന് വിടുതൽ നേടണം, പുതിയ ശീലങ്ങളിലേക്ക് ചെല്ലണം. അങ്ങനെ ജീവിതം മുഴുവൻ ക്രമീകരിക്കണം. ആത്മത്തിന്റെ ഒരു പരിഷ്കരണത്തിന്, അതിന്റെ സ്ഥിരതയ്ക്ക്, ഞാനിങ്ങനെ ആത്മത്തെ വെളിപ്പെടുത്തുകയും തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്നും തിരികെ പോകാതിരിക്കാനുള്ള ഒരവസ്ഥയിലേക്ക്, അതിന്റെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് പോകുവാൻ വേണ്ടി ആണ് നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ട് പോകണം. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇതൊക്കെ 2 ദിവസത്തോ 4 ദിവസത്തോ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പ്രഭാഷണം കേട്ടു, അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ കണ്ടു, അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇൻസ്പിറേഷൻ, സുരേഷ് ഗോപിയുടെ സിനിമ കണ്ടിട്ട് തിയേറ്ററിന് വെളിയിലിറങ്ങുമ്പോൾ ലോകത്തെ സാമൂഹ്യ തിന്മകളെ മുഴുവൻ എതിർത്ത് തോൽപ്പിക്കാനുള്ള ഒരു ചങ്കൂറ്റത്തോടുകൂടി ഇറങ്ങി വരും. അത് ഇറങ്ങി സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി നമ്മള് മറ്റേ കാർപോർച്ചിൽ നിന്ന് വണ്ടി എടുത്തിട്ട് വീട്ടിലെത്തുമ്പോഴേക്കും ഇതെല്ലാം ഇറങ്ങിപ്പോയിട്ടുണ്ടാവും ഇല്ലേ? ഇതുപോലെ ഇറങ്ങിപ്പോകാതിരിക്കാൻ നമ്മൾ എന്ത് വായിച്ചാലും കണ്ടാലും കേട്ടാലും നമ്മുടെ തലയിൽ അത് കയറി അല്പം റിസൈഡ് ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുക. അതിന് പകരം പെർമനന്റ് റെസിഡന്റ് ആവാൻ വേണ്ടിയിട്ട്, അത് പെർമനന്റ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനും ആ ഒരു ഊനഗതിയിലേക്ക്, മുകളിലേക്കുള്ള ഗതി, പോസിറ്റീവ് ആയിട്ടുള്ള ഡയറക്ഷനിലേക്ക് നമുക്ക് പോകുവാൻ വേണ്ടിയാണ് ഈ ഒരു സ്ട്രക്ചർ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോ PSPക്ക് കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക, നിങ്ങളെ എൻട്രെയിൻ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. കൃത്യമായിട്ടുള്ള തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക് ഉണ്ട്. ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളെ അതുവഴി നമ്മൾ ഏകീകരിക്കേണ്ട ആ സൈദ്ധാന്തിക ഉപയോഗിച്ചുകൊണ്ട് പ്രായോഗിക ശീലത്തില് ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ഏകീകരിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിനൊക്കെ ഉപരിയായിട്ട് സ്ഥിരമായ മാറ്റത്തിന് ഈ PSP കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സംവിധാനം നിങ്ങളെ പിന്തുണയ്ക്കുന്നുമുണ്ട്. ഇത്രയുമുള്ളപ്പോ നിങ്ങളുടെ മാറ്റം എന്നുള്ളത് അഷ്വേർഡ് ആണ്. ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ തയ്യാറായിരിക്കണം, നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം, നിങ്ങൾ അതിനകത്തുണ്ടായിരിക്കണം. നിങ്ങൾ തയ്യാറാണോ, നിങ്ങളെ ഡെഡിക്കേറ്റ് ചെയ്യാൻ തയ്യാറാണോ എങ്കിൽ ഇത് സാധ്യമാണ്, സമ്പൂർണമായും സാധ്യം. അപ്പോ ഇതാണ് PSPയുടെ ഘടന. സ്ട്രക്ചർ ഓഫ് PSP ക്രിയേറ്റ് സ്റ്റേബിലിറ്റി ദാറ്റ് സസ്റ്റെയിൻസ് ലാസ്റ്റിംഗ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. നിലനിൽക്കുന്ന എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയെടുക്കാനാണ് PSPയുടെ ഘടന നിങ്ങളെ സഹായിക്കുക. അപ്പോൾ ഇനി നിങ്ങൾക്കൊരു ഘടന, നിങ്ങളുടെ ജീവിത പരിവർത്തനത്തിന് ഒരു ഘടനാപരമായിട്ടുള്ള ഒരു ക്രമീകൃതമായ സംവിധാനം ഇല്ല എന്ന് വിഷമിക്കേണ്ട. PSP അതിനുള്ള സംവിധാനമാണ്. ഇതുവഴിയാണ് നിങ്ങളെ ആത്മയാനത്തിന്റെ പുതിയ പരിവർത്തന തലങ്ങളിലേക്ക് നിങ്ങളെ ഒളിമ്പസ് കൊണ്ടുപോകുന്നത്. ആ വഴിയിലേക്ക് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.